വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റിച്ചിങ് വ്ളോഗാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് 2 ഷോർട്ട് കുർത്തി തയ്ക്കണം. എനിക്കും നന്ദനക്കും ഒരേപോലെ ഒരു ഷോർട്ട് കുർത്തി തയ്ക്കാനാണ് ഈ മെറ്റീരിയൽ എടുത്തേക്കണേ. അപ്പോൾ ഇതിനൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ടൈ വരുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മൾ തയ്ക്കണത്. ഞാൻ ഈ ഒരു മോഡൽ ആദ്യമായിട്ട് തയ്ക്കണതുകൊണ്ട് തന്നെ എങ്ങനെ തയ്ക്കണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ മെറ്റീരിയൽ ഉണ്ടോയെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഇത് നമുക്ക് കുറച്ച് മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ തയ്ക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഷോൾഡറിൽ ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കാരണം ടൈ ആയതുകൊണ്ട് തന്നെ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസിന് വേണ്ടി ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് 2 ഓർഡർ ഉണ്ടായിരുന്നു. അതൊന്ന് പാക്ക് ചെയ്തെടുക്കണമായിരുന്നു. ഇത് കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ. ലൈനിങ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണേ. മീഡിയം സൈസാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 299 ആണ്. ആവശ്യമുള്ളൊരു ഇൻസ്റ്റ അക്കൗണ്ടിലോട്ടൊന്ന് DM ചെയ്താൽ മതി. ഇത് നമ്മൾ പാക്ക് ചെയ്തെടുക്കുവാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് താങ്ക് യു കാർഡൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സീല് അങ്ങനെ കുറേ സാധനം വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇനി അത് വാങ്ങാം. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുർത്തി സ്റ്റിച്ചിങ് ആണ്. ഹോൾഡർ നെക്ക് വരുന്ന ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തത്. ആദ്യം എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി ട്രയലൊക്കെ നോക്കിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഓർഡറാണ്. ഇതുപോലെ പറഞ്ഞാൽ എനിക്കും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട്. പകുതി വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാം നമുക്ക്. പിന്നെ നമുക്ക് ഒരു ഓർഡർ കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഓർഡർ തന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡാണ്. ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കണേ. ഇത് അവരെടുത്ത് തന്ന മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ വീനെക്കും ബാക്കിൽ റൗണ്ട് നെക്കും പിന്നെ സ്ലീവ്ലെസ്സും അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. സാധാരണ ഷോർട്ട് കുർത്തി ആ ഒരു മോഡലിലാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തേക്കണേ. അപ്പോൾ അതും പാക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടോപ്പാണ്. ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് അടുത്തുള്ളൊരു ചേച്ചിയാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഒരു വീനക്കൊക്കെ വന്നിട്ട് വൈറ്റ് ലേസൊക്കെ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ മെറ്റീരിയൽ. ഒരു കാന്ത ഡിസൈനൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാം. ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. ലൈനിങ്ങും നല്ല മെറ്റീരിയലും എല്ലാം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കാന്ത കോട്ടൺ എന്നാണെന്ന് തോന്നുന്നു പേര്. പിന്നെ ഇതിൻ്റെ നെക്കിലും സ്ലീവിലും ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ട് ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു വി ഷേപ്പിലാണ് നെക്ക് കൊടുത്തേക്കണേ. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം ടോപ്പൊക്കെ വേണ്ടവർ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലോട്ടൊന്ന് DM ചെയ്താൽ മതി. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. ഗ്ലാസ് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു വൈറ്റ് ലേസ് കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കണേ. സ്ലീവിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഒരു ചെറിയ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. 1.5 വയസ്സുള്ള ഒരു കൊച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. കാരണം പ്ലെയിൻ ആയി പോയ പോലെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിലൊരു ബോയും കൊടുത്തു. വേസ്റ്റ് ലൈനിൻ്റെ അവിടെ ഒരു ചെറിയ ലേസും കൂടെ കൊടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഇതാണ്. ഷോൾഡറിൽ ടൈ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ താഴെ ആ ഒരു കസവ് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അവധിയായിരുന്നുകൊണ്ട് അമ്മക്കൊരു ചുരിദാർ തയ്ക്കാമെന്ന് വെച്ചു. ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത്. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഓണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടെന്ന്. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ച് വെച്ചതാണ്. ഇതൊരു ബനാറസി ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കിഡ്സിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസായിട്ടൊരു ഗ്രീൻ തുണിയാണ് ഞാൻ എടുത്തേക്കണം. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ സ്റ്റിച്ച് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല. കാരണം മഴയായതുകൊണ്ട് കറണ്ട് പോകും വരും. പിന്നെ നമുക്ക് കുറച്ച് വേറെ ഓർഡേഴ്സ് കൺഫേം ആയിരുന്നു. ഇത് പ്രത്യേകിച്ച് കൺഫേം ആയ ഓർഡറൊന്നുമല്ല. ഇത് ഞാൻ തന്നെ പോസ്റ്റ് ഇടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ ആദ്യം ഓർഡറൊക്കെ തീർത്തിട്ട് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുക. പിന്നെ നമുക്ക് മെറ്റീരിയൽ എടുക്കാനായിട്ട് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൽ പോകണമായിരുന്നു. ഇത് ബ്രോഡ്വേയിലുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് നൈറ്റി മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽ എല്ലാം കിട്ടും. അപ്പോൾ അവിടുന്ന് ഓണം പ്രമാണിച്ച് കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുക്കാനായിട്ടാണ് ഞാൻ പോയത്. ഇവിടെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് വിലക്കുറവിൽ കിട്ടും. അപ്പം ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ അത് കുറച്ച് വാങ്ങി. ഫ്രോക്ക് തയ്ക്കാനും നൈറ്റ് തയ്ക്കാനും ഫ്രോക്ക് നൈറ്റ് തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി മെറ്റീരിയലും റണ്ണിങ് മെറ്റീരിയലും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ വരാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഒരു ഓർഡർ ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് കുർത്തിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രോഡ്വേ പോയപ്പോൾ എടുത്ത ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു കയ്യിൽ സ്ട്രാപ്പ് വരുന്നൊരു കുർത്തിയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളതിൻ്റെ സ്ട്രാപ്പ് അഴിഞ്ഞു അത് പ്യുവർ കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത്. ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് അയക്കേണ്ട ഒരു ഓർഡർ ആയിരുന്നു. ഇത് നേരത്തെ നമുക്ക് UAE നിന്ന് ഒരു ഓർഡർ വന്നായിരുന്നു. അവർ തന്നെയാണ് വീണ്ടും ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ടോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റ IDയിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്കോ ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസിന് വേണ്ടി ഞാനൊരു പ്രസ് ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ഓർഡർ അയക്കാനുണ്ട്, അതിനായിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ പോവാണ്. ഇപ്പോൾ കാണിച്ച ബ്ലാക്ക് ടോപ്പ് അയക്കാനാണ് ഞാൻ പോസ്റ്റ് ഓഫീസിലോട്ട് പോയത്. ഇത് നമുക്ക് മേലൂർ ആ ഒരു സ്ഥലത്തേക്കാണ് അയക്കേണ്ടത്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ് ആണ്. അത് ഈ ഒരു ഗ്രീൻ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കോട്ടൺ ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല, അതാണ് വീഡിയോയിൽ ലൈറ്റ് കുറവായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും തയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. ഈ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു അംബ്രല ഫ്രോക്കാണ്. അംബ്രല ഫ്രോക്കിൻ്റെ മുകളിലോട്ട് ഒരു ഷർട്ടിൻ്റെ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. കോളറൊക്കെ വെച്ചിട്ട് ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നമ്മൾ ഫ്ലെയറിൽ അത്യാവശ്യം ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നൈറ്റി മെറ്റീരിയലാണ്, കിട്ടാവുന്ന അത്രയും ഫ്ലെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു, അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കലങ്കാരി പ്രിൻ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതും നൈറ്റി മെറ്റീരിയലാണ്. നമുക്കൊരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ഒരു ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, കാരണം ഒരു 3 മീറ്റർ അടുത്ത് മെറ്റീരിയൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട്. ഇതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ വേറൊരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. പക്ഷേ ഇതിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ മാത്രം കൊണ്ട് 5 സ്ലീവ് ഷർട്ടാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് അജ്രക്ക് പ്രിൻറ്റിൽ വരുന്ന നൈറ്റി മെറ്റീരിയലാണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നൈറ്റി മെറ്റീരിയലാണെന്ന് പറയത്ത് പോലുമില്ല. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എല്ലാം കൂടെ ഒരുമിച്ച് തയ്ച്ചിട്ട് ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ബ്രോഡ്വേ പോയപ്പോൾ 12 പീസ് നൈറ്റി പീസ് എടുത്തായിരുന്നു. അപ്പോൾ അത് ഫുള്ളും നമുക്ക് ഓർഡർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നൈറ്റി പീസാണ്. ഇതുകൊണ്ട് നമ്മൾ സ്ലിറ്റ് ഇട്ട ടോപ്പാണ് ചെയ്യണേ. പിന്നെ ഇതും അതിൻ്റെ കൂടെ തന്നെ എടുത്ത ഒരു ചുങ്കിടി പ്രിൻ്റൊക്കെ വരുന്ന ഒരു നൈറ്റി പീസാണ്. ഇതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് തന്നെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യണേ. ഫ്രോക്ക് നൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. പിന്നെ നമുക്ക് ഹൈദരാബാദിൽ നിന്നൊരു ഓർഡർ വന്നായിരുന്നു ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. സാധാരണ നോർമൽ ലെങ്ത് വരുന്ന ഒരു പെപ്ലം ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. ഇത് പക്ഷേ ഒരു ഹൈലോ പെപ്ലം ടോപ്പായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെയൊക്കെ ഫൈനൽ ലുക്കും ഈ 13 നൈറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെയൊക്കെ എല്ലാ ഫൈനൽ ലുക്കും ഒക്കെ കൂട്ടിയിട്ട് നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ പോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.